ഈശോയുടെ തിരുമുഖത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന തീർത്ഥാടക സമൂഹത്തിൽ പെട്ട മിക്കവാറും എല്ലാവരെയും ഞാൻ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ഞാൻ ഈശോയുടെ തിരുമുഖത്തിന്റെ മെഡല് കഴുത്തിൽ ധരിച്ചു കൊണ്ടുവന്ന ഒരു വന്യ പുരോഹിതനെ കണ്ടു. അദ്ദേഹം പലപ്പോഴും ആരും അറിയാതെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശാന്തമായിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷമായത്? അതിന് ഇവിടെ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെടാൻ എന്താണ് കാരണം? മാത്രമല്ല, ഇവിടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ വിളക്കന്നൂരിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പദ്ധതി എന്താണ്? വിളക്കന്നൂർ എന്താണ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, വെച്ചാൽ വിളക്കന്നൂര് ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞതിൻ്റെ കാരണം 3-ാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖ ഭക്തി ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നും 3-ാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി വിളക്കന്നൂർ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് എൻ്റെ കണ്ണു തുറന്ന ഒരു വലിയ സംഭവമായിരുന്നു.